വെൽക്കം ടു മല്ലുക്യൂളർ. ഗാഠനിദ്രയിലായിപ്പോയി. ഇപ്പോഴാണ് കളി കഴിഞ്ഞ് എണീച്ചത്. അപ്പോൾ മാച്ചിലേക്ക് വരാം. ബാഴ്സ വേഴ്സസ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട്. UCL ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മാച്ച് നടന്നത് നമ്മുടെ ഹോമിൽ വെച്ചിട്ടാണ്. നമ്മുടെ ഹോമിൽ വെച്ചിട്ട് അവന്മാർ അടിച്ചോടിച്ച് 4-0 വിജയമാണ് ബാഴ്സക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വിക്ടറിയാണ്. അപ്പം ഈ ഒരു വിജയത്തിൻ്റെ മാർജിൻ വെച്ച് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ലെഗിൽ ബൊറൂഷ്യ നമ്മളെ മറികടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവരുടെ ഇപ്പോഴത്തെ ഇഞ്ചുറി സിറ്റുവേഷനും അവരുടെ ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും പിന്നെ ഈ 4 ഗോളൊക്കെ ബാഴ്സൻ്റെ ഡിഫൻസിനെതിരെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പം അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബൊറൂഷ്യക്ക് അവരുടെ ഹോമിലാണെങ്കിൽ പോലും ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മഹാത്ഭുതം നടക്കണം. ഈ ഒരു സീസണിൽ ഓൾറെഡി അവരുടെ ഹോമിൽ പോയിട്ട് ഒരു ടൈറ്റ് ഫൈറ്റിൽ നമ്മൾ അവരെ തോൽപ്പിച്ചതാണ്. സോ നമ്മൾ അത്യാവശ്യം സേഫായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സെമി ഫൈനൽ സ്വപ്നം കണ്ടു തുടങ്ങാം. അതും ഇന്റർക്കായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് വരെ, അല്ലെങ്കിൽ ബയേൺ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിക്ക് കളിച്ചൊരു മാച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഗോളിൻ്റെ വിക്ടറി നേടാൻ വേണ്ടി കഴിഞ്ഞു, ക്ലീൻ ഷീറ്റ് അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെ നമ്മൾ 4 ഗോളിലേക്ക് ആദ്യം വരാം. ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഗോള് അടിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റാഫീഞ്ഞയാണ്. ശരിക്കും അത് പാവു കുബാർസിക്ക് പോകേണ്ട ഗോളാണ്. പക്ഷേ റാഫീഞ്ഞ എന്തോ മോഡിൽ പോയിട്ട് അത് കാല് വെച്ചു. അങ്ങനെ ഗോൾ റാഫീഞ്ഞൻ്റെ പേരിലേക്കാണ് കിട്ടുന്നത്. അവിടെ ഒരു ഫ്രീ കിക്ക് അത് ആദ്യം എടുക്കുന്നത് ആരാണ്? അത് ഫെർമിൻ ലോപ്പസ് ആണ്. ഫെർമിൻ ലോപ്പസിൻ്റെ ആ ഒരു ബോള് ആരെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നേരെ പാവു കുബാർസിക്ക് ഹെഡ് ചെയ്ത് കൊടുക്കുന്നു. പാവു കുബാർസിൻ്റെ ഹെഡ് പോസ്റ്റിലേക്ക് പോകുന്നത് നേരെ റാഫീഞ്ഞ വന്ന് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് വൈക്ക് നടക്കട്ടെ. എന്തായാലും റാഫീഞ്ഞ കുബാർസിനോട് അപ്പോളജൈസ് ചെയ്തെന്നൊക്കെയാണ് റാഫീഞ്ഞ എന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് വലിയ വിഷയമാക്കാനൊന്നുമില്ല. പിന്നെ ആ ഒരു രണ്ടാമത്തെ ഗോളിനെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കേണ്ടത്. ആ ഒരു ഗോളിൻ്റെ കോമ്പിനേഷന് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അവിടെ ലമീൻ യമാലിന് ആ ഒരു പാസ് കിട്ടുന്നത് എവിടെ നിന്ന് അറിയോ? അത് പെഡ്രീൻ്റെ കാലം എന്നാണ്. പെഡ്രീൻ്റെ കാലിൽ നിന്ന് വന്ന ബോൾ എടുത്തിട്ട് ആളെ റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ ബോക്സിൽ നിൽക്കുന്ന റഫീഞ്ഞക്ക് കൊടുക്കുകയാണ്. റഫീഞ്ഞ അത് ഹെഡ് ചെയ്തിട്ട് ലെവൻഡോസ്കിക്ക് കൊടുക്കുന്നു. ആൻഡ് ലെവൻഡോസ്കി അത് ഹെഡ് ചെയ്തിട്ട് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതൊരു രക്ഷയില്ലാത്ത സീക്വൻസ് ആയിരുന്നു. ലമീൻ്റെ പാസ്, റഫീഞ്ഞിൻ്റെ ഹെഡർ, ആൻഡ് ഫൈനലി ലെവൻ്റെ എക്സിക്യൂഷൻ. ഒരു അടിപൊളി ഗോളായിരുന്നത്. പക്ക നമ്മുടെ ഫൈനൽ തേർഡിൻ്റെ ആ ഒരു കംപ്ലീറ്റ് കോംബോ അത് എത്ര മികച്ചതാണ്, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്ര അടിപൊളിയാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ ലമീൻ്റെ ഒരുപാട് അടിപൊളി മൊമെൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്ര മൂപ്പര് എലാസ്റ്റിക് ഒക്കെ ഇട്ട് പോസ്റ്റിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ അവിടെ ഷോട്ട് നേരെ പുറത്തേക്ക് പോവാണ്. അവിടെ വേണമെങ്കിൽ ലെവക്ക് പാസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് യമാല് കണ്ടില്ല. അപ്പം ലെവ ആളവിടെ അപ്രീഷിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്, നല്ല ട്രൈ ആണെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഒരു ഗോൾ മാത്രമാണ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ 3 ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി ഡൗൺ ആയിരുന്നു, ചില മൊമെൻറ്റ്സ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ടോപ്പ് ഇൻറ്റൻസിറ്റി ആയിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ലെവൻഡോസ്കിൻ്റെ ഹെഡർ ഗോൾ വരുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് വരുന്ന ഗോൾ ഏതാണ്? അതും ലെവൻഡോസ്കിൻ്റെ ഗോളാണ്. അവിടെ അസിസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഫെർമിൻ ലോപ്പസ് ആണ്. ഫെർമി ബോൾ ക്യാരി ചെയ്ത് വന്നിട്ടാണ് അവിടെ നല്ലൊരു അസിസ്റ്റ് അവിടെ ലെവൻഡോസ്കിക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫെർമി ഫോമിലേക്ക് എത്തുക എന്നുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇന്നലെ ആൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആളിപ്പം UCL 6 സ്റ്റാർട്ടിൽ നിന്നും 6 ഗോൾ കോൺട്രിബ്യൂഷൻ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫെർമിക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ അത് ബാർ തട്ടിപ്പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫെർമി ഒരു അസിസ്റ്റ് അവിടെ കൊടുത്തു. ലെവൻഡോസ്കി 2 ഗോൾ അടിച്ചു. രണ്ടും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ 3-0 ലീഡ് നമ്മൾ എടുത്തു. ആൻഡ് ഫൈനലി 4ാമത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണ്? അത് വരുന്നത് നമ്മുടെ സ്വന്തം ലാമിൻ യമാലിൻ്റെ കാലുമെന്നാണ്. അപ്പോൾ ലാമിൻ യമാൽ അതുവരെയുള്ള മൊത്തം സമയവും ഗ്രൗണ്ട് ഇങ്ങനെ റോള് ചെയ്ത് എന്താ പറയുക, ഈ ബൊറൂഷ്യൻ്റെ പ്ലെയേഴ്സിനൊക്കെ വട്ടം ചുറ്റിച്ച് നിലത്ത് കിടത്തി ഡ്രിബിൾ ചെയ്തിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അവർക്ക്. ആ ഒരു ലാമിൻ യമാലിനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയിട്ടില്ല. എന്ത് ഈസി ആയിട്ടാണ് യമാൽ ഓരോ പ്ലേയേഴ്സിനും ടേക്ക് ഓൺ ചെയ്തിട്ട് പോകുന്നത്. ഒരാൾ ടേക്ക് ഓൺ ചെയ്യുന്ന മുന്നിൽ ഇപ്പോൾ അവരെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം വെൽ ബിൽഡ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സാണ്. അവരൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് യമാൽ അവരൊക്കെ ഇങ്ങനെ ടോയ് ചെയ്യുന്നത്. അവരൊക്കെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ചുമ്മാ.
അങ്ങനെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഇന്നലെയും യമാലിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ഗോളും അവിടെ നേടാൻ വേണ്ടി കഴിഞ്ഞു. ആ ഗോൾ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീഞ്ഞൻ്റെ പാസ് നിന്നാണ് ആ ഒരു ബോൾ വരുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺവേർഷൻ ആയിരുന്നത്, അടിപൊളി ഫിനിഷ് ആയിരുന്നത്, അതൊരു രക്ഷയില്ല. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി ഫിനിഷാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫിനിഷാണ്. ഒരു 17കാരൻ ഇമ്മാതിരി അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആണ് ചില സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ 4 ഗോളിന് ലീഡെടുത്ത ശേഷം ലമീൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എനിക്ക് സബ്ബാവണം, എന്നിട്ട് ആൻസു ഫാറ്റിനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ ആൻസു ഫാറ്റിനെ ഗ്രൗണ്ടിലേക്ക് ഹാൻസി ഫ്ലിക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഫാറ്റിൻ്റെ അടുത്ത് നിന്ന് 1-2 നല്ല മൊമെൻറ്റ്സ് ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു മൊമെൻറ്റ് ചിലപ്പോൾ ഗോളിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഗോളിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഇതിന് ശേഷം ഫ്ലിക്ക് നടത്തിയിട്ടുള്ള ചില കമൻസ് ഉണ്ട്. അതായത് ആൻസു ഫാറ്റി നന്നായിട്ട് ട്രെയിനിങ്ങിൽ പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് ആളുടെ ട്രെയിനിങ്ങിലെ പെർഫോമൻസ് മോശമാണെന്ന് നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ആൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. എനിവേ നെക്സ്റ്റ് സീസണിൽ ആൾക്കൊരു ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആൾക്ക് ഭാവിയില്ല. അല്ലെങ്കിൽ ഇനി കിട്ടുന്ന സമയം കൊണ്ട് ആളെന്തെങ്കിലും മഹാത്ഭുതങ്ങൾ കാണിക്കണം. സീസണിൽ ബാക്കിയുള്ള സമയത്ത് കിട്ടുന്ന ചാൻസിൽ ആൾ വലിയ മഹാത്ഭുതങ്ങൾ കാണിക്കണം. അല്ലാതെ എന്തായാലും നെക്സ്റ്റ് സീസണിൽ ആൾക്ക് ബാഴ്സയിൽ ഒരു ഭാവി ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പം അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് സെസനിക്ക് കാര്യമായിട്ട് പണിയൊന്നും വന്നില്ല, 2 സേവ് നടത്തേണ്ട പണിയേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഡിഫൻസ് സൂപ്പറായിരുന്നു. ഒരു ഗോൾ അവരടിച്ച് ഇനീഗോ കൈപൊക്കി ഓഫ് സൈഡ്. അതിൽ കൂടുതൽ ഡിസ്കഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനിക്കാണ് കുബാർച്ചയാണ് കൈപൊക്കിയെന്നൊക്കെ അറിയില്ല. പിന്നീട് ലാസ്റ്റ് അവിടെ ഡിഫൻസിൽ അറാഹു ഒക്കെ വരുന്നുണ്ട്. അറാഹു നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിങ് ബാക്സ് 2 ആളും വേൾഡ് ക്ലാസ് ആണ്. അവരുടെ പൊസിഷനിൽ നിലവിൽ പ്രോബബ്ലി ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ്, നമ്മുടെ കൂണ്ടെ ആണെങ്കിലും ബാൾഡെ ആണെങ്കിലും. അപ്പം അവർ അഗെയിൻ വേൾഡ് ക്ലാസ് പെർഫോമൻസ് അവിടെ കാണിക്കുന്നുണ്ട്. 2 പേരും 2 ആളെയും ഒരു കുറ്റം പറയാനില്ല. അവർ 2 പേരെയും 2 മോൺസ്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക് എന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ കൂണ്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഇഞ്ചുറി ഒന്നും വരാതെ എത്ര കാലമായി ബാഴ്സക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഫുൾ ഔട്ട്പുട്ട് എല്ലാ മാച്ചിലും ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിഫിക്കൽട്ടാണ്. ആൾക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് നെക്സ്റ്റ് സീസണെങ്കിലും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളോട് ചെയ്യുന്ന വലിയൊരു മോശത്തരായിരിക്കും അത്. അതാണ് സത്യം. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ്, നമ്മുടെ ഡബിൾ പിവട്ട്, അത് ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും കൂടെ ചേരുന്നതാണ്. 2 ആളും വളരെ ഭംഗിയായിട്ട് എല്ലാ മാച്ചിലും എന്ന പോലെ ഇന്നലെയും കളിച്ചിട്ടുണ്ട്. അത് തന്നെ ഫ്രാങ്കിക്ക് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രേറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പം ഒരു രക്ഷയില്ല. മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ കാലിലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതായിരുന്നു കളിൻ്റെ ടെമ്പോ. അതിൽ ഫ്രാങ്കിയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല മാൻ. ഞാനൊക്കെ ആൾ എത്ര വിമർശിച്ചിട്ടുള്ളതാണ്, പക്ഷേ ആളിപ്പോൾ തരുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. അതേപോലെ തന്നെ പെഡ്രിനെ പറയേണ്ട ആവശ്യമില്ല. എല്ലാ മാച്ചിലും പെഡ്രി പറയുന്ന കളിയാണ് ഗ്രൗണ്ടിൽ നടപ്പിലാവുന്നത്. അപ്പം ഈ മാച്ചിലും പെഡ്രിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നല്ല രീതിക്ക് കാണാനുണ്ടായിരുന്നു. അതുപോലെ ഫെർമി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഫെർമി ഒരു അസിസ്റ്റ് കൊടുത്തു, ഒരു ഗോള് ആളുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് വഴുതിപ്പോയി ക്രോസ് ബാർ തട്ടിയിട്ട്, അതൊക്കെ ഉണ്ടായി. ഫെർമി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആൻഡ് ഫൈനൽ തേർഡ് റഫീഞ്ഞ ആണെങ്കിലും ലെവൻഡോസ്കി ആണെങ്കിലും ലാമിൻ യമാൽ ആണെങ്കിലും അവരെന്താണോ ഡെലിവർ ചെയ്യേണ്ടത് അത് അവർ ഇന്നലെ ഡെലിവർ ചെയ്തു. ക്ലിനിക്കാലിറ്റിയിൽ വലിയ പ്രശ്നമൊന്നും വന്നില്ല. 4 ഗോൾ നമ്മൾ ഓപ്പോസിറ്റ് പോസ്റ്റിലേക്ക് കയറ്റി ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗോൾസ് പ്ലസ് ക്ലീൻ ഷീറ്റ് രണ്ടും നമ്മൾ നേടി. അങ്ങനെ സെക്കൻഡ് ലെഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സേഫ് തന്നെയാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇനി സെമിയിലേക്കൊക്കെ എത്തണം, അതാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.